പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്നലെ കഴിഞ്ഞ TNA റെസ്ലിംഗിൻ്റെ റെബിലിയൻ എന്ന പേപ്പർ വ്യൂയിലൂടെ നമുക്ക് ലഭിച്ച കുറച്ച് അപ്ഡേറ്റ്സിനെ സംബന്ധിച്ചാണ്. അതിൽ പ്രധാനമായി പങ്കുവെക്കാനുള്ളത് 3 മുൻ TNA റെസ്ലിംഗ് താരങ്ങളുടെ ഒരു തിരിച്ചുവരവ് ഇന്നലത്തെ പേപ്പർ വ്യൂയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. അതിൽ ഒരു താരം TNAയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അവർ ഷോയ്ക്കിടയിൽ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് മറ്റാരുമല്ല, മൈക്ക് സാന്റാന എന്ന് പറയുന്ന AEWയിലൊക്കെ ഉണ്ടായിരുന്ന റെസ്ലറാണ് TNAയിലേക്ക് തിരികെ വന്നിരിക്കുന്നത്. സ്റ്റീവ് മാക്കിലിനെ ഒരു സിംഗിൾസ് മത്സരത്തിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മൈക്ക് സാന്റാന അദ്ദേഹത്തിൻ്റെ സർപ്രൈസ് റിട്ടേൺ TNAയ്ക്ക് വേണ്ടി ഇന്നലത്തെ റെബിലിയൻ ഷോയിൽ നടത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ സർപ്രൈസ് റിട്ടേൺ ഇമ്പാക്റ്റ് റെസ്ലിംഗ് എന്ന കമ്പനിയായിട്ട് നിൽക്കുന്ന സമയത്ത് അവരുടെ ടോപ്പ് സ്റ്റാർ ആയിട്ടുണ്ടായിരുന്ന സാമി കാൽഹാൻ്റെ തിരിച്ചുവരവാണ്. അത് നിലവിലെ TNA റോസ്റ്ററിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. കാരണം വേൾഡ് ടൈറ്റിൽ പിക്ചറിൽ എപ്പോഴും അവർക്ക് നല്ല സ്റ്റോറി ലൈനുകൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു റെസ്ലർ കൂടിയിട്ടാണ് സാമി കാൽഹാൻ. വുമൻസിൻ്റെ നോക്കൗട്ട്സ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ അവസാനം കുറേയധികം റെസ്ലേഴ്സ് ഇൻ്റർഫിയറൻസ് നടത്തുന്നതിൽ അവസാനമാണ് സാമി കാൽഹാൻ്റെ ഒരു സർപ്രൈസ് റിട്ടേൺ നമുക്ക് കാണാൻ സാധിച്ചത്. വളരെ സർപ്രൈസും അതുപോലെ തന്നെ ഷോക്കിങ്ങുമായിട്ടുള്ള റിട്ടേണുകളിൽ ഒന്നായിരുന്നു സാമി കാൽഹാൻ ഇന്നലെ TNAയുടെ റെബിലിയൻ ഷോയിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ റിട്ടേൺ എന്ന് പറയുന്നത് സൂപ്പർ താരമായ മാറ്റ് ഹാഡിയുടെ ഒരു തിരിച്ചുവരവാണ്. മാറ്റ് ഹാഡിയുടെ തിരിച്ചുവരവിന് ശേഷം മാറ്റ് ഹാഡി തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് TNA റെസ്ലിംഗുമായിട്ടുള്ള ഒരു ഔദ്യോഗിക കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മാറ്റ് ഹാഡി ഒരു ഫ്രീ ഏജൻറ്റ് തന്നെയാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ഥലത്ത് അവർ സമ്മതിച്ചാൽ അദ്ദേഹത്തിന് അപ്പിയർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഹാഡി പങ്കുവെക്കുന്നുണ്ട്. മാറ്റ് ഹാഡിയുടെ തിരിച്ചുവരവ് മെയിൻ ഇവൻറ്റിലാണ് കാണാൻ സാധിച്ചത്. ഡോൾഫ് സിഗ്ലറിനെ മൂസ് എന്ന TNAയുടെ വേൾഡ് ചാമ്പ്യൻ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്തതിന് ശേഷമാണ് മാറ്റ് ഹാഡിയുടെ തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിച്ചത്. TNA റെസ്ലിംഗ് എന്ന് പറയുന്ന കമ്പനി വിട്ടു പോകുന്ന സമയത്ത് മാറ്റ് ഹാഡി ചെയ്തിട്ടുണ്ടായിരുന്ന ബ്രോക്കൻ ഹാഡി ക്യാരക്ടറിലൂടെയാണ് മാറ്റ് ഹാഡി തിരികെ വന്നിട്ടുള്ളത്. ബ്രോക്കൻ ഹാഡി ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ആരാധകർ വലിയൊരു ഷോക്കിങ്ങിലാണ് ഉള്ളത്. എന്തായാലും വന്ന ഉടനെ തന്നെ വേൾഡ് ചാമ്പ്യനായ മൂസിനെ ആക്രമിച്ചുകൊണ്ടാണ് ഹാഡി TNAയിലെ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് അറിയിച്ചിട്ടുള്ളത്. ദി സിസ്റ്റം എന്ന് പറയുന്ന ഫാക്ഷനെതിരെ മാറ്റ് ഹാഡിയുടെ ഭാഗത്ത് നല്ല സ്റ്റോറി ലൈനുകൾ നമുക്ക് തുടർന്നുള്ള TNAയുടെ വീക്ക്ലി എപ്പിസോഡിൽ കാണാമെന്നുള്ളൊരു പ്രതീക്ഷയും ഉണ്ട്. എന്തായാലും ഇന്നലത്തെ റെബിലിയൻ എന്ന ഷോയിലൂടെ TNA അവർ ഈ റെസ്ലിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് എവിടേക്കും പോകുന്നില്ല എന്നുള്ള ഒരു ഉറപ്പും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് നടന്ന AEWൻ്റെ ഡൈനാസ്റ്റി 2024 എന്ന പേപ്പർ വ്യൂവിനെ സംബന്ധിച്ച് നോക്കാം. ആദ്യം പങ്കുവെക്കാനുള്ള പോയിന്റ് പുതിയ TBS ചാമ്പ്യൻ വന്നതിനെ സംബന്ധിച്ചാണ്. ജൂലിയ ഹാർട്ട് എന്ന ചാമ്പ്യനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വില്യോ നൈറ്റിംഗേൽ എന്ന വുമൺ റെസ്ലർ വിജയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിലുപരി ഇനി AEW നടത്താൻ പോകുന്ന മെയ് മാസത്തിലെ ഡബിൾ ഓർ നത്തിങ് എന്ന പേപ്പർ വ്യൂയിലേക്കുള്ള ആദ്യ മത്സരവും ഈ ഒരു മാച്ചിന് ശേഷം ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട്. സൂപ്പർ താരമായ മെഴ്സിഡീസ് മണെ സാഷ ബാങ്ക്സ് എന്ന് WWEയിൽ അറിയപ്പെട്ടിരുന്ന താരവും വില്ലോ നൈറ്റിംഗേലും തമ്മിലുള്ള TBS ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. മെഴ്സിഡീസ് മണയുടെ ആ ഒരു ഇഞ്ചുറി ഡബിൾ ഓർ നത്തിങ്ങിന് മുൻപ് തീരും എന്നുള്ളതും ഈ ഡൈനാസ്റ്റി പേപ്പർ വ്യൂ കഴിഞ്ഞതിന് ശേഷം ടോണി ഗൻ പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു വമ്പൻ TBS ചാമ്പ്യൻഷിപ്പ് ഡബിൾ ഓർ നത്തിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി വരുന്ന കൊളീഷൻ ഡൈനാമൈറ്റ് എപ്പിസോഡിൽ ഈ മത്സരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റോറി ലൈൻ ബിൽഡപ്പും നടക്കും. രണ്ടാമത്തെ പോയിന്റ് ബ്രയാൻ ഡാനിയൽസൺ വേഴ്സസ് വിൽ ഓസ്പ്രേ തമ്മിലുള്ള ഗ്രേറ്റസ്റ്റ് ഡ്രീം മാച്ചിനെ സംബന്ധിച്ചാണ്. ഇന്ന് നടന്ന ഡൈനാസ്റ്റി പേപ്പർ വ്യൂയിലെ ഏറ്റവും മികച്ച മത്സരവും 2024 ഏറ്റവും മികച്ച മത്സരവും ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച മത്സരം അതൊക്കെയാണ് നമുക്ക് ഈ ഇന്ന് കാണാൻ സാധിച്ച ബ്രയാൻ ഡാനിയൽസൺ വേഴ്സസ് വിൽ ഓസ്പ്രേ മത്സരം എന്ന് പറയുന്നത്. മത്സരം ഹൈലൈറ്റ്സിലൂടെ മാത്രം കാണാതെ ഫുൾ മാച്ചായി കാണാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അത്രയും കിടിലൻ മാച്ചായിരുന്നു. അപ്പോൾ ഒട്ടനവധി മൊമെൻറ്റ്സ് എടുത്തു പറയേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് സ്ട്രേറ്റ് ടു പോയിന്റ് എന്നുള്ളതാണ് നമ്മുടെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാര്യം പറയാം. ബ്രയാൻ ഡാനിയൽസിന് മത്സരത്തിൻ്റെ ഇടയിൽ ഇഞ്ചുറി പറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഒരു പവർ ബോംബിന് സമാനമായ ഒരു മൂവ് വിൽ ഓസ്പ്രേ ബ്രയാൻ ഡാനിയൽസിനെതിരെ ചെയ്യുന്നു. പക്ഷേ അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തു എന്നാണ് വിൽ ഓസ്പ്രേ കരുതിയത്. എന്നാൽ ബ്രയാൻ ഡാനിയൽസിൻ്റെ കഴുത്താണ് നേരെ പോയിട്ട് ആ ഒരു മാറ്റിൽ അടിക്കുന്നത്. അവിടെ നിന്ന് വിൽ ഓസ്പ്രേയുടെ ഒരു ഫിനിഷറുണ്ട്, ഒരു ബ്ലേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്, കൈമുട്ടുകൊണ്ട് തലയുടെ ബാക്കിലേക്ക് അടിക്കുന്നത്. ആ ഒരു ഫിനിഷർ അടിക്കുന്നു. ബ്രയാൻ ഡാനിയൽസിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തുന്നു. മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ റഫറി റോക്ടേഴ്സിനോട് റിങ്ങിൽ കയറാൻ ആവശ്യപ്പെടുന്നു. അവർ ബ്രയാൻ ഡാനിയൽസിനെ ചെക്ക് ചെയ്യുന്നു. ബ്രയാൻ ഡാനിയൽസിന് ഇഞ്ചുറി ഉണ്ട് എന്നുള്ളത് അവർ സ്ഥിരീകരിക്കുന്നു. പിന്നീട് വിൽ ഓസ്പ്രേയും ഡോക്ടേഴ്സൊക്കെ കൂടിയിട്ടാണ് ബ്രയാൻ ഡാനിയൽസിനെ ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീട് നടന്ന പ്രസ് കോൺഫറൻസിൽ വിൽ ഓസ്പ്രേ പറയുന്നുണ്ട് ബ്രയാൻ ഡാനിയൽസിന് ഇഞ്ചുറി പറ്റിയെന്നുള്ളത്. എന്നാൽ
ആ മത്സരത്തിൻ്റെ ഇടയിൽ താൻ ആ ഒരു പവർ ബോംബിന് സമാനമായ മൂവ് ചെയ്തതിന് ശേഷം റഫറി ഡോക്ടേഴ്സിനെ വിളിച്ചിരുന്നു. അത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അതിന് ഞാൻ ബ്രയൻ ഡാനിയൽസിനോട് മാപ്പ് പറയുന്നു. എന്തായാലും ബ്രയൻ ഡാനിയൽസിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തൻ്റെ ഇത്രയും സേഫായി എന്ന് ഞാൻ വിചാരിച്ച് ചെയ്യുന്ന ഈ ഒരു മൂവ് ഇനി ഞാൻ ഒരിക്കലും റിങ്ങിൽ യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ബ്രയൻ ഡാനിയൽസിന് ഇഞ്ചുറി പറ്റിയ ഒരു മൂവ് തൻ്റെ കരിയറിൽ ഉപയോഗിക്കില്ല എന്നുള്ള ഒരു ഉറപ്പും പ്രസ് കോൺഫറൻസിൽ വിൽ ഓസ്പ്രേ കൊടുക്കുകയുണ്ടായി. എന്തായാലും കിടിലൻ മാച്ചായിരുന്നു. ഒട്ടനവധി മൊമെൻറ്റുകൾ നമ്മളെ കോരിതിരിപ്പിക്കുന്നതുണ്ട്. അപ്പോൾ മത്സരം കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ വേണ്ടി ഞാൻ പ്രത്യേകം റെക്കമെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡൈനാസ്റ്റി പേപ്പർ വ്യൂയിലൂടെ ജാക്ക് പെരി എന്ന AEWയിലെ മുൻ താരത്തിൻ്റെ ഒരു തിരിച്ചുവരവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. AEWയിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരെ കണ്ടുപിടിക്കുന്ന മത്സരത്തിൻ്റെ, അതായത് ടൂർണമെൻറ്റ് ഫൈനൽ മത്സരമായിട്ട് നടന്ന ലാഡർ മത്സരത്തിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻറ്റ് റോളുകൾ കൂടി ചെയ്യുന്ന ദി യങ് ബക്സ് എന്ന് പറയുന്ന ടീമും FTRും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. അതിൽ FTRൻ്റെ വിജയ സാധ്യതയുള്ള ഒരു സമയത്താണ് ജാക്ക് പെരി ഒരു മാസ്ക് ഒക്കെ ധരിച്ച് ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് വന്ന് ആ ഡാക്സ് ഹാർവുഡിനെ ലാഡറിൻ്റെ മുകളിൽ നിന്ന് തള്ളി ഇടുന്നത്. അപ്പോൾ അത് ആരാണ് എന്നുള്ളൊരു ആകാംക്ഷ എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. ജാക്ക് പെരി ആണെന്ന് പറഞ്ഞപ്പോൾ ക്രൗഡ് വലിയ രീതിയിൽ ജാക്ക് പെരിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം കഴിഞ്ഞ വർഷത്തെ ഓൾ ഇൻ 2023 എന്ന ഷോയിൽ CM പങ്കും ജാക്ക് പെരി തമ്മിലുള്ള ആ ഒരു ഫൈറ്റിന് ശേഷം ജാക്ക് പെരിയെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുന്നു അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്നു എന്ന രീതിയിലേക്കാണ് ജാക്ക് പെരിയുടെ കരിയർ AEWയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് CM പങ്കിനെ ആ പ്രശ്നം മൂലം AEWയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പിന്നീട് ജാക്ക് പെരി ഈ ഒരു വർഷം ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ ഷോയിൽ പോയി പങ്കെടുത്തിരുന്നു. അവിടെ നിന്ന് AEWയിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ സൂചനകൾ നൽകിയിരുന്നു എന്നുണ്ടെങ്കിലും AEWയിലേക്ക് തിരികെ വരുമോ എന്നുള്ള വലിയൊരു സംശയവും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ CM പങ്കിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി AEWയിൽ അവർ കാണിച്ചിരുന്ന FTRൻ്റെ മത്സരത്തിൽ തന്നെ ഇൻ്റർഫിയറൻസ് നടത്തിക്കൊണ്ടാണ് ജാക്ക് പെരിയെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് സ്റ്റോറി ലൈൻ പ്രകാരവും റിയൽ ലൈഫിലെ ഇൻസിഡൻറ്റ് പ്രകാരവും കൃത്യമായിട്ടുള്ളൊരു കണക്ഷനുള്ള ഒരു പോയിൻറ്റുമാണ്. അപ്പോൾ ജാക്ക് പെരിയുടെ ഒരു ഒന്നൊന്നര തിരിച്ചുവരവ് യങ് ബക്സിനെ സഹായിച്ചുകൊണ്ടുള്ളതാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. ജാക്ക് പെരി മിക്കവാറും എലൈറ്റിൽ ജോയിൻ ചെയ്യാനും സാധ്യതകളുണ്ട്. അവസാനത്തെ പോയിന്റ്, ഡൈനാസ്റ്റി പേപ്പറിവിൻ്റെ മെയിൻ ഈവൻറ്റിൽ നിലവിലെ ചാമ്പ്യനായ സമോവ ജോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സെർവ് സ്ട്രിക്ലാൻഡ് പുതിയ AEW വേൾഡ് ചാമ്പ്യൻ ആയതിനെ സംബന്ധിച്ചാണ്. ആരാധകർ കുറച്ച് മാസമായി കാത്തിരിക്കുന്ന ആ ഒരു വലിയൊരു മൊമെൻ്റാണ് ഡൈനാസ്റ്റി പേപ്പറിൻ്റെ മെയിൻ ഇവൻറ്റിൽ കാണാൻ സാധിച്ചത്. മത്സരം അതിഗംഭീരമായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ഒരു കിടിലൻ മാച്ച് തന്നെ കാണാൻ സാധിച്ചു. സമോവ ജോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സെർവ് സ്ട്രിക്ലാൻഡ് വിജയിക്കുമെന്ന് എല്ലാ ബെറ്റിംഗ് സൈറ്റുകളും അവരുടെ ഒരു ഒപ്പീനിയൻ പോലെ പറഞ്ഞിരുന്നു. അതുതന്നെയാണ് നമുക്ക് ഡൈനാസ്റ്റി പേപ്പറിൻ്റെ മെയിൻ ഇവൻറ്റിലും കാണാൻ സാധിച്ചത്. ഒരു പക്ഷേ ആരാധകരെ സംബന്ധിച്ച് അവർ ഏറെക്കാലമായി കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം കണ്ടതുകൊണ്ട് തന്നെ ഡൈനാസ്റ്റി പേപ്പർ വ്യൂ അവർ മികച്ചതാണെന്നും പറയുന്നുണ്ട്. സെർവ് സ്ട്രിക്ലാൻഡിലെ ഒരു വേൾഡ് ചാമ്പ്യനായി അദ്ദേഹത്തിന് എങ്ങനെ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രസ് കോൺഫറൻസിൽ ടോണി ഖാൻ പറഞ്ഞത് സെർവ് സ്ട്രിക്ലാൻഡിനെ തുടക്കം മുതലേ തനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഹാങ്മൻ ആദം പേജിനെതിരെയുള്ള സ്റ്റോറിയാണ് സെർവ് സ്ട്രിക്ലാൻഡിനെ ഒരു വേൾഡ് ചാമ്പ്യനായി താൻ കാണണമെന്ന് ആഗ്രഹിച്ച ആ ഒരു മൊമെൻ്റ് എന്ന്. ആ ഒരു ഫ്യൂഡാണ് സെർവ് സ്ട്രിക്ലാൻഡിൻ്റെ ആ കരിയർ ഗ്രാഫ് തന്നെ മാറ്റിമറിച്ചത് എന്നുള്ളതും ടോണി ഖാൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി. എന്തായാലും സെർവ് സ്ട്രിക്ലാൻഡിന് ഇതിനോടകം തന്നെ ആരാധകരുടെ ഭാഗത്ത് നിന്ന് വലിയൊരു ഫാൻ ബേസിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇതാ അദ്ദേഹത്തിൻ്റെ വേൾഡ് ടൈറ്റിൽ വിക്ടറിയിലേക്കും എത്തിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ഡബിൾ ഓർ നത്തിങ്ങിൽ സെർവ് സ്ട്രിക്ലാൻഡ് ആർക്കെതിരെ ആ ഒരു സ്റ്റോറി ചെയ്യുമെന്നുള്ളതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. സമോവ ജോയുടെ ഭാവി എന്ത് എന്നുള്ളതും എല്ലാവരും നോക്കുന്നുണ്ട്. എന്നാലും കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.